Hi friends, welcome to Everything Happiness channel. I am Captain Grandmaster Shaji Matthew. Today we will discuss about the recent Election Commission's press meeting regarding the electional fraud happening in the election time. സുഹൃത്തുക്കളെ നമസ്കാരം, മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനത്തെ പറ്റിയാണ് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം വളരെ ഗൗരവതരമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അത് ഇലക്ഷൻ മാൾ പ്രാക്ടീസിനെ പറ്റി, ഇലക്ഷനിലെ തട്ടിപ്പിനെ പറ്റി ഉള്ള വിശദീകരണവുമായിട്ടാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ചോദ്യങ്ങളിൽ പ്രതിപക്ഷ നേതാവായ ശ്രീമാൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഒരു 10 ദിവസം എടുത്ത് ആലോചിച്ച് ചിന്തിച്ച് പഠിച്ച് എഴുതിയുണ്ടാക്കി കൊണ്ടുവന്ന് നടത്തിയ വാർത്താ സമ്മേളനം നാം എല്ലാവരും സഹൂതം ഗൗരവത്തോടുകൂടി മുഴുവൻ സമയം അത് കേട്ടിരുന്നു. ഈ വാർത്താ സമ്മേളനം എന്ത് പാഠമാണ്, എന്നാണ് നമ്മളെ മനസ്സിലാക്കി തന്നതെന്നുള്ളത് വളരെ വളരെ രസകരമായ ഒരു സംഭവമാണ്. ഇന്ത്യ രാജ്യത്ത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇതേപോലെ ഒരു കോമഡി ഷോ ഞാൻ കണ്ടിട്ടില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ എന്ത് തരത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടിൻ്റെ പദവിയുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം കേട്ടിട്ട് ചിരിച്ച് അന്തവുമില്ല കുന്തവുമില്ലാതെ ഒരു ക്വസ്റ്റ്യനല്ല 5 ക്വസ്റ്റ്യൻ ഒരുമിച്ചാണ് ആൻസർ പറയുന്നത്. ഒരു ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം പറയുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. 1 question and 1 answer. This is 5 questions together and giving mixed answers, and he was സ്വെറ്റിങ് വിയർത്ത് കുളിക്കുമായിരുന്നു. വിയർത്ത് കുളിക്കുമായിരുന്നു നമ്മുടെ ജ്ഞാനേഷ് കുമാർ. മറ്റുള്ളവരൊക്കെ വെറുതെ പന്തം കണ്ട പെരിച്ചാഴി മാതിരി കുന്തം വിഴുങ്ങി അവിടെ ഇരിക്കുകയല്ല. അത് ഒരു ആൻസറും ഇല്ല, ഉത്തരവും ഇല്ല, ചോദ്യമില്ല, ഒന്നുമില്ല. വസ്തുത നിരത്തിയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ PPP പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലെ ചോദ്യങ്ങൾ ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷനിൽ 1,00,000 ചില്ലുവാനും വോട്ടിൻ്റെ മാൾ പ്രാക്ടീസ് നടത്തി ആണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ആൻസർ പറയാൻ വേണ്ടി ഇപ്പോഴും പറ്റിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് പറഞ്ഞത്? ഇത്രയും പ്രധാനപ്പെട്ടതായിട്ടുള്ളതായ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ പറയാണ്, ഞങ്ങൾക്ക് ഡിജിറ്റൽ കോപ്പി കൊടുക്കാൻ കഴിയില്ല. ഡിജിറ്റൽ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യപ്പെടും, അത് എഡിറ്റ് ചെയ്യും, അതിലെ മാറ്റങ്ങൾ വരുത്തും. ഒറിജിനൽ നമുക്കറിയാം, ഒരു സീറോസ്കോപ്പി ഒറിജിനലിൻ്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ നമ്മുടെ കയ്യിലിരിക്കും, കോപ്പിയാണ് കൊടുക്കുന്നത്. അതിൽ എന്ത് എഡിറ്റിങ് നടത്തിയാലും ഒറിജിനൽ നമ്മുടെ കയ്യിലില്ല. എന്ത് ജാതി വിഡ്ഢിത്തരമാണ് ഈ IAS-ഉം ഇത്രയെല്ലാം പഠിച്ച് വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും എല്ലാം പഠിച്ച് ഉന്നതിയ ചീഫ് ജസ്റ്റിസിൻ്റെ റാങ്കിലും പദവിയിലും ഇരിക്കുന്ന ആൾ, ഭരണഘടന സംരക്ഷിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ സംസാരിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടാണ് ഇവരൊക്കെ അവിടെ പോയി ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും അവിടെയെങ്കിലും എത്തുമോ? ഏതെങ്കിലും ചായക്കാരനോ ചായ വിൽപ്പനക്കാരനോ പരിപ്പ് കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും നടക്കുന്നവന് ഏതെങ്കിലും രാജഭരണത്തിൽ വല്ലയിടത്തും എത്തിച്ചേരുമോ? ഇതൊക്കെ എത്തിയിരിക്കുന്നതും ഇവരൊക്കെ ഈ പൊസിഷനിൽ കുത്തിയിരിക്കുന്നതും ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ്. ഫ്രീഡം ടു സ്പീച്ച്, ഫ്രീഡം ടു ഭരണഘടന പറയുന്ന സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം, അത് എവിടെയാണ് പരിരക്ഷിക്കപ്പെടുന്നത്? ഈ സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഏകാധിപത്യ ഭരണത്തിൽ, ഫാസിസ്റ്റ് ഭരണത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത്. ഫാസിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്തമാണ്, അടിമ. ആര് രാജാവ് അല്ലെങ്കിൽ അവിടെ ആരുടെ ഉണ്ടോ അവർ പറയുന്നത് കേട്ടുകൊണ്ട് മറ്റുള്ള ജനങ്ങളെ നിഷ്ഠൂരം കൊന്നു കളയുന്ന ഫാസിസ്റ്റ് ഭരണം നമ്മൾ ജർമ്മനിയിലും നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ കണ്ടു, സിറിയയിലും മറ്റുള്ള ഫാസിസ്റ്റ് രാജ്യങ്ങളിലും കണ്ടു. ഈ ഫാസിസ്റ്റ് വരണമെന്നാണോ ഇവരൊക്കെ ചിന്തിക്കുന്നത്? ഇവരൊക്കെ ഇത്രയും വിദ്യാഭ്യാസമുള്ളവരും ഇത്രയും വലിയ നമ്മളുടെ കോടതികൾ, സുപ്രീം കോടതി മുതലുള്ള കോടതികൾ എന്തുകൊണ്ട് പൊതു താല്പര്യ ഹർജിയിൽ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല? ഇവരൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഭയപ്പെടുന്നു, ഗവൺമെൻറ്റിനെ ഭയപ്പെടുന്നു, ED-നെ വിടുമോയെന്ന് പേടിക്കുന്നു, ജയിലിലടയ്ക്കുമോയെന്ന് പേടിക്കുന്നു, സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഇവരൊക്കെ പേടിക്കുന്നത്. ഇങ്ങനെയുള്ളത് എന്തായാലും ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളും ജനങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ജനങ്ങളും പ്രതിപക്ഷ നേതാവും ധാരാളമായി ചിന്തിക്കുന്നു, ചോദിക്കുന്നു, ഗവൺമെൻറ് തന്നെ ഉണ്ടായിരിക്കുന്നത് അട്ടിമറിയിലൂടെയാണോ? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് തട്ടിപ്പ് കമ്മീഷനാണോ?
അട്ടിമറി കമ്മീഷനാണോ? അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ പേരിൽ പറയുന്നെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയാണ്, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്, പ്രസിഡൻറ്റും ഒക്കെയാണ് ഉത്തരം പറയേണ്ടത്. അവരാണ് ഈ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജനാധിപത്യം, എന്ത് സാഹോദര്യം, എന്ത് സമത്വം? ഇത് നമ്മുടെ ഭരണഘടനയുടെ ഒരു നെടുന്തൂണായ ജുഡീഷ്യറിൻ്റെ ചീഫ് ജസ്റ്റിസിനെ മാറ്റി നിർത്തിക്കൊണ്ടിട്ട് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട രണ്ടിലൊന്ന് തന്നെ ശരിയല്ല, രണ്ടിലൊന്ന്, അതായത് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, വേറെ പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരാൾ. ഇപ്പോൾ രണ്ടിലൊന്നിൽ വരുമ്പോൾ ഭൂരിപക്ഷം അവരല്ലേ തീരുമാനിക്കുള്ളൂ. പിന്നെ ഇലക്ഷൻ കമ്മീഷന് എന്താ അധികാരമുള്ളത്? അപ്പോൾ ഇതിന് ഗവൺമെൻറ് ഉത്തരം പറയണ, ഇലക്ഷൻ കമ്മീഷൻ ഇതിന് ആൻസർ ഇതുവരെയും കിട്ടിയിട്ടില്ല. എങ്ങനെ പറയും? കൊഞ്ഞനം കുത്തി കാണിക്കുക, ഉത്തരവില്ലെങ്കിൽ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്ന പരിപാടിയാണ്. എന്തായാലും വളരെ ഒരു തമാശയായിട്ട് ഇന്ത്യയിലെ നമ്മുടെ ഉന്നത വൃത്തങ്ങളിലായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, ഈ മാതിരിയുള്ള പ്രവൃത്തി നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സുതാര്യത, അവരുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ ചിന്തിക്കുന്ന ഏത് പൗരനും ഇത് മാതിരി ചിന്തിക്കും. ഇതിനൊക്കെ ഗവൺമെൻറ്റും കോടതികളും ഈ മാതിരിയുള്ള സ്ഥാപനങ്ങളും അവർ ഉത്തരം പറയേണ്ടതാണ്. ഒരിക്കൽ അവരൊരു സ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഈശ്വരനായി, അവർ ഭഗവാനായി, അവർ ദൈവമായി, അവർ രാജാവായി, അവർ രാജ്ഞിയായി എന്നും പറഞ്ഞിട്ടിരിക്കുന്ന സ്ഥിതി ജനാധിപത്യം പറഞ്ഞിട്ടില്ല. ജനാധിപത്യം വേണ്ട, ഏക ഭരണവും ഏക ഇതും മതി എന്നാണ് പറയുന്നത്. പക്ഷേ ജനശക്തിക്ക് മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാ ഏകാധിപത്യ രാജ്യങ്ങളും തോറ്റ് തുന്നം പാടിയ അനുഭവം നമുക്കറിയാം, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്തായാണെങ്കിലും ഇത് വളരെയധികം നമ്മുടെ പാർട്ടികൾക്കും നമ്മുടെ സിസ്റ്റത്തിനും ഏറ്റിട്ടുള്ള ക്ഷതം കുറച്ചൊന്നുമല്ല. ഇത് നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള പേരിന് വരെ ജോക്കർ കമ്മീഷനായി മാറി. ഇതേപോലെയുള്ളൊരു ജോക്കിങ് കണ്ടിട്ടില്ല, ആരും അറിയത്തുമില്ല. ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറയുന്നത് കേസ് കൊടുക്കുക, നിങ്ങൾ പോയി കേസ് കൊടുക്കുക. ആക്ച്വലി ഇന്ത്യൻ നിയമത്തിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്, ചീഫ് ജസ്റ്റിസിൻ്റെ തുല്യ പദവിയിലിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ ശിക്ഷിക്കാൻ ഒരു നിയമവുമില്ല. പിന്നെ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം? കേസ് കൊടുത്തിട്ട് ശിക്ഷയൊന്നും ഇല്ല, ചുമ്മാ ഒരു സൈഡിൽ മാത്രം കേസ് കൊടുക്കുന്നതിന് മാത്രം കുഴപ്പം വരും, മറ്റവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമം ഉള്ളിടത്തോളം കാലം ഇംപീച്ച് ചെയ്ത് ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ ആകെ പാർലമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. പിന്നെ എങ്ങനെ കേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? കേസ് കൊടുത്തിട്ട് കാലാകാലം നീണ്ടുപോയിട്ട് കോടതി ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ബാക്ക് ഫയർ ചെയ്യുന്നു. അതിനാണ് കേസ് കൊടുക്കുക എന്ന് പറയുന്നത്. എന്ത് കേസ് കൊടുത്തിട്ട് ഇവിടെ ആർക്ക് എന്ത് നീതിയാണ് കിട്ടുക? ഇത്ര കാലങ്ങളും കഴിഞ്ഞ് കോടതി അലക്ഷ്യമെന്നും പറഞ്ഞ് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ വല്ല മാവേലേറിയുമ്പോൾ ഒരു മാങ്ങ വീഴുന്ന മാതിരി വല്ലവനൊരു നീതി കിട്ടിയെങ്കിലായി എപ്പോഴെങ്കിലും, അല്ലാണ്ട് വല്ല നീതിയുണ്ടോ? ഇപ്പോൾ നമ്മുടെ അന്വേഷണങ്ങളെപ്പറ്റി, കോടതിയുടെ തന്നെ അന്വേഷണങ്ങളെപ്പറ്റി നമുക്കറിയാം. കോടിക്കണക്കിന് നോട്ടുകെട്ടുകൾ കത്തിക്കരിഞ്ഞും കോടിക്കണക്കിന് നോട്ടുകളിൽ ജസ്റ്റിസിൻ്റെ വീട്ടിൽ തന്നെ ഗോഡൌണിൽ കിടന്നിട്ടുള്ള അന്വേഷണത്തിൻ്റെ സ്ഥിതിഗതികളും എല്ലാം നമ്മളിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഇത് വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമായ ഇലക്ഷൻ പ്രോസസ്സ് അത് ഈ തരത്തിൽ അട്ടിമറിക്കപ്പെടുകയും അല്ലെങ്കിൽ സംശയാസ്പദമാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ നിയന്ത്രിക്കുന്ന ഭരണസിരാ കേന്ദ്രങ്ങളാണ് ഇതിൻ്റെ ഉത്തരം പറയേണ്ടത്. അത് മറ്റുള്ള അങ്ങനെ അത് സംശയാസ്പദമായിരിക്കണം. അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യ രാജ്യത്തിന് തന്നെയും നിലനിൽപ്പുണ്ടാകുകയില്ല. എന്താണെങ്കിലും ഇത് ജനാധിപത്യത്തിനെ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. 45 ദിവസം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടമായ രേഖകൾ ഡിലീറ്റ് ചെയ്ത് കളയും. അത് തന്നെ ഒരു ഫ്രോഡാണ്. അത് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അത് ഇത്രയൊരു കാലഘട്ടത്തിൽ അത് അടുത്ത ഗവൺമെൻറ് വരുന്നോടം വരെയെങ്കിലും അത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള സാമാന്യ ബുദ്ധിയുള്ളവർ എല്ലാവർക്കും അറിയാം. സുഹൃത്തുക്കളെ, ഇതിൽ ഏറ്റവും തമാശകരമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അച്ഛൻ്റെ പേര് കചടതപ ABCD, വീട്ടുപേരില്ല, വീട്ടു നമ്പർ 0 എങ്ങനെയാകുന്നത്? ഇത് എന്തെന്നാണ് ഇത്? ഇത്രയും പ്രധാനപ്പെട്ടതായ നമ്മുടെ ജനാധിപത്യം തന്നെ തീരുമാനിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് എന്തെല്ലാം പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്നതാണ്. അത് വലിയ ബൃഹത്താണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ പേര് ABCDയും
DF ആണോ അതേപോലെ കച്ചടപ്പലയാണോ എന്താണ് ഇത്? വീട്ടു നമ്പർ 0 ആകുന്ന എങ്ങനെയാണ്? ഒന്നുമില്ലെങ്കിൽ ഒരു നിയറസ്റ്റ് എന്തെങ്കിലും വെക്കാമല്ലോ. ശരിയാണ്, സ്ട്രീറ്റിൽ കൂടെ കടന്നു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെക്കാമല്ലോ. ഇത്ര നിരുത്തരവാദപരമായിട്ടാണോ നമ്മുടെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളുടെ അധികാരത്തിന്, പരമാധികാരത്തിന് വേണ്ടിയിട്ടുള്ള ജനാധിപത്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നു പറയുന്നത് നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെ നശിപ്പിച്ചുകൊണ്ട് ഏകാധിപത്യത്തിലേക്കും ഒരു കൂട്ടം ആളുകളിലേക്കും അധികാരം കേന്ദ്രീകരിക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ കുൽസിത ശ്രമങ്ങളെ നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായി പ്രവർത്തിച്ച് തോൽപ്പിക്കണം. ഹിന്ദുമതം അല്ലെങ്കിൽ എന്തെങ്കിലും മതവും പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൽ ആരെങ്കിലും ഒരു സ്ഥാനമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക ജാതി, ഉപജാതി എന്നും പറഞ്ഞുകൊണ്ടിട്ട് ആയിരക്കണക്കിന് വർഗ്ഗങ്ങളുള്ളത് അംഗീകരിക്കുമോ? നമുക്കറിയാം, ബ്രാഹ്മണ്യമൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വഴി നടക്കാൻ പറ്റുമോ? ആളുകൾക്ക് ഏതെങ്കിലും ഇതുണ്ടാകുമോ? അധികാരികളെ അധികാര സ്ഥാനത്തിലിരിക്കും. ഈ പേരും പറഞ്ഞ് പാവങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് വിദ്വേഷവും കലവും ഉണ്ടാക്കിക്കൊണ്ടുള്ള ഇങ്ങനെയുള്ളതായിട്ടുള്ള ജനാധിപത്യത്തിൽ എങ്ങനെ ഇത് ശരിയാകും? നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ജനാധിപത്യവുമില്ല, ജനങ്ങളുമില്ല, രാജ്യവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകുകയില്ല. ഇങ്ങനെ ഒരു കൂട്ടം ആളുകളിലേക്ക് അധികാരം കേന്ദ്രീകരിച്ച് അവർ സുഖലോലുപരായി അവർ ഇതായി രാജ്യത്തിനുള്ള നാശത്തിലേക്കാണ് ഇത് പോകുന്നത്. മതങ്ങളിൽ തന്നെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, പലജാതി, ഉപജാതി പറഞ്ഞു കഴിഞ്ഞ് താഴെ കിടക്കുന്ന വർണ്ണങ്ങളെ, നമ്മുടെ ഹിന്ദുമതത്തിലെ താഴെ കിടക്കുന്ന വർണ്ണങ്ങളെ അടിമകളാക്കി കൊല ചെയ്യപ്പെടുന്നതായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഉരുത്തിരിയും. സഹോദരങ്ങളെ, സ്നേഹപൂർവ്വം ഇതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരുന്ന നമ്മുടെ ഈ പ്രോസസ്സിനെ നമ്മൾ വിനിയോഗിക്കുക. നമ്മുടെ സംവിധാനാവകാശം ഈ മതങ്ങളെ പ്രതികരിച്ചു കൊണ്ടിട്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മാനവികത ഉയർത്തിപ്പിടിക്കുക. സഹോദരങ്ങളെ, ഇതിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ നശിപ്പിച്ച്, അതായത് പാദസേവ ചെയ്യുക, നമ്മുടെ ബോസിന് പാദസേവ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒക്കെ ഭരണഘടനാ സ്ഥാപനങ്ങൾ വർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എവിടെയെത്തും? ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുകയാണ്, 15 മിനിറ്റ് സമയം തന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ഫ്രോഡ് തരത്തിലാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി സ്വീകരിക്കാൻ നമ്മുടെ ജനാധിപത്യ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ തയ്യാറാകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു വിരോധാഭാസമാണെന്ന്. ഇങ്ങനെ ആരെങ്കിലും വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഇങ്ങനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ, ശരി ഞങ്ങൾ എവിഡൻസ് തരാം, നിങ്ങൾ തെളിയിക്കുക എന്ന് പറഞ്ഞ് സധൈര്യം മുന്നോട്ട് വന്ന് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയല്ലേ നമ്മുടെ ഗവൺമെൻറ്റും ഇലക്ഷൻ കമ്മീഷനും ചെയ്യേണ്ടത്. അതിനു പകരം എന്തെങ്കിലുമൊക്കെ വർത്തമാനം, ടെക്നിക്കൽ ഇഷ്യൂസ് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒളിച്ചോടുകയാണോ വേണ്ടത്? സുഹൃത്തുക്കളെ, ഇത് എന്തൊരു വിരോധാഭാസം! ഇങ്ങനെയാണോ ജനാധിപത്യം? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്റാണോ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സുഹൃത്തുക്കളെ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറയുകയാണ്, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ ഡിജിറ്റൽ കോപ്പി തന്നു കഴിഞ്ഞാൽ 15 മിനിറ്റും കൊണ്ട് ഞങ്ങളത് വെരിഫൈ ചെയ്ത് പഠിച്ചിട്ട് ഇലക്ഷൻ തട്ടിപ്പിലൂടെയാണ് ഗവൺമെൻറ് ഇരിക്കുന്നതെന്ന് തെളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ ഗവൺമെൻറ്റും ബപ്പബ അടിക്കുക എന്നല്ലാണ്ട് അവർ സധൈര്യം മുന്നോട്ട് വരുന്നില്ല. ഇത് ജനങ്ങളിൽ ഒരുപാട് സംശയങ്ങളും ആശങ്കയും ഉളവാക്കുന്നു. നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ ഗവൺമെൻറ്റും ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ജനാധിപത്യം നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ഗവൺമെൻറ്റിനോ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോ ധൈര്യമുണ്ടോ ഈ EVM ഒഴിവാക്കിക്കൊണ്ടിട്ട് പഴയ രീതിയിലുള്ള ബാലറ്റ് പേപ്പറിൽ കൂടെ വീണ്ടും ഒരു ഇലക്ഷൻ നടത്തി വിജയിച്ച് കാണിക്കാനെല്ലാം ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? അതാണ് ചെയ്യേണ്ടത്. ഈ EVM കണ്ടുപിടിച്ച ജപ്പാൻ തന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ല. അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ല. ഇത് ചന്ദ്രനിലും ചൊവ്വയിലും പോകുന്ന വിമാനങ്ങളും പേടകങ്ങളും ഇലക്ട്രോണിക്കലി
ഈ കൺട്രോൾ ചെയ്യാമെങ്കിലാണ് EVM കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഇതിലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് കാരണം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പിന്നെ ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് പഴയ രീതിയിലുള്ള സുതാര്യമായ ബാലറ്റ് പേപ്പറിലേക്ക് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് തിരിച്ചു കൊണ്ടിരുന്നു വേണ്ടി നമ്മൾ ഏവരും പരിശ്രമിക്കണം. നമ്മൾ അതിലേക്ക് തിരിച്ചു പോകണം. അതാണ് വേണ്ടത്. അങ്ങനെ ചെയ്ത് കാണിക്കുവാൻ ധൈര്യമുണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോലും നടത്താൻ ഇവർക്ക് ധൈര്യമില്ലല്ലോ. ഇവർ ഇത് ചെയ്യുന്നില്ലല്ലോ. ഇതിനു വേണ്ടി കോടതികളും ജനപ്രതിനിധികളും കോടതികളും പ്രതിപക്ഷവും എല്ലാം ജനാധിപത്യം ആഗ്രഹിക്കുന്ന നമ്മുടെ ജനത മുഴുവനും മതം വർഗീയത ഇത് പറഞ്ഞ് തിരിച്ച് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് ഇവർ മറ്റുള്ള ഈ കുൽസിത മാർഗങ്ങൾ കൂടെ നേടിയെടുക്കുന്ന അധികാര ഫാസിസത്തിനെ നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഏറ്റവും വലിയ ഇതാണെന്ന് പറഞ്ഞ് പണ്ടെങ്ങനെയാണ് നടന്നത്? EVM ഇല്ലാത്തപ്പോൾ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. EVM ഇല്ലാതെ ഇലക്ഷൻ നടന്നിട്ട് സുതാര്യമായിട്ട് ഭരിച്ചില്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നും പറഞ്ഞ് നമ്മുടെ രാജ്യം ഇത്രയും കാലം കടന്നുപോയില്ലേ? EVMനെ നമ്മളെല്ലാവരും കൂടി പൊതുജനാഭിപ്രായം രൂപവത്കരിച്ച് ജനാധിപത്യത്തെയും ജനങ്ങളുടെ അധികാരത്തിനും വേണ്ടിയിട്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് EVMനെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് പഴയ രീതിയിലുള്ള പേപ്പർ ബാലറ്റിലേക്ക് വരുവാൻ വേണ്ടി നമ്മളേവരും പ്രയത്നിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്യണം. സുഹൃത്തുക്കളെ, ഈ മെസ്സേജ് നമ്മൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഇത് നമ്മുടെ ജനാധിപത്യത്തിന് വളരെ അത്യാവശ്യമാണ്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെ ഉണ്ടാകുകയില്ല. നമ്മളും നമ്മുടെ വരുന്ന തലമുറയുമാണ് അതിൻ്റെ ഏകാധിപത്യത്തിൻ്റെ, ഫാസിസത്തിൻ്റെ, ഭീകരതയായത്തിൻ്റെ അടിമത്തത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകും. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഔട്ട്.